മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീന കിച്ചണിലേക്ക് വരികയാണ്. അപ്പം കിച്ചണിൽ വന്നപ്പോൾ വേലക്കാരിയും പൗലോസും അതുപോലെ വിനോദും അവിടെ നിൽപ്പുണ്ട്. അപ്പം അതിനു മുമ്പ് തന്നെ വിനോദ് മീൻ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പൗലോസാണെങ്കിൽ അലീന വന്ന് നിൽക്കുന്നത് ഇങ്ങനെ ഒരു പുച്ഛത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, പൗലോസേട്ടാ മീൻ കട്ട് ചെയ്യ് അല്ലെങ്കിൽ ചീഞ്ഞു പോകുമെന്ന് പറയാണ്. അത് അലീനെ ആക്കി പറഞ്ഞതാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ വേലക്കാരിയാണെങ്കിൽ ഒരു പുച്ഛത്തോടെ അലീനയെ നോക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ പൗലോസ് ചോദിക്കുകയാണ്, നോക്കട്ടെ, ഇനി മീൻ കട്ട് ചെയ്യാൻ ആരുടെയൊക്കെ അനുവാദം ഞാൻ വാങ്ങിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വന്ന് കത്തിയെടുത്ത് മീൻ കഴുകിയിട്ട് വെട്ടാനൊരുങ്ങയാണ്. അപ്പം വിനോദ് വീണ്ടും പറയാണ്, പൗലോസേട്ടാ നോക്കിയൊക്കെ വെട്ടണേ, കിലോ കുറഞ്ഞു പോവലെന്ന് പറയാണ്. അപ്പം അലീന ഇങ്ങനെ വിനോദിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പുച്ഛത്തോടെ ഇങ്ങനെ അലീനയും നോക്കുകയും ചെയ്യുന്നുണ്ട് വിനോദ്. അതിനുശേഷം പൗലോസ് മീൻ കട്ട് ചെയ്യുകയാണ്. എന്നത്തേക്കാക്കി കൂടുതൽ വേസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇതൊക്കെയാണെങ്കിൽ അവിടെ നിന്ന് അലീന കാണുന്നുണ്ട്. അപ്പം അലീന ഇതൊക്കെ നോക്കുന്നുണ്ടെന്ന് വിചാരിച്ച് തന്നെ കൂടുതൽ കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ വാരി പച്ചക്കറിയും എല്ലാം വാരുന്നുണ്ട്. എന്നിട്ട് പൗലോസ് വേലക്കാരി അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ സഞ്ചി കൊണ്ടുവന്നോന്ന്. കൊണ്ടുവന്ന പൗലോസ് ഏട്ടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന പച്ചക്കറിയും അതേപോലെ വെട്ടിമാറ്റിയ മീനും അതേപോലെ ഫുഡും എല്ലാം കൂടെ വാരിയിട്ട് സഞ്ചിയിലാക്കി കൊടുക്കുകയാണ് പൗലോസ്. അലീന ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് സഞ്ചിയിലാക്കിയിട്ട് അത് പൗലോസ് വേലക്കാരിയുടെ കൊടുക്കുകയാണ്. അപ്പോൾ വേലക്കാരി അത് വാങ്ങിക്കുമ്പം അലീന പറയുന്നുണ്ട്, പൗലോസേട്ടാ വെച്ച സാധനങ്ങളെല്ലാം പൗലോസേട്ടൻ തിരിച്ചെടുക്കാൻ പറയുകയാണ്. അപ്പോഴത്തേക്ക് കുട്ടിയും അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ മോളെ, അല്ല ഈ പൗലോസേട്ടൻ സാധനങ്ങളൊക്കെ എടുത്ത് സഞ്ചിയിലാക്കി ചേച്ചിക്ക് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞതാ തിരിച്ച് സാധനങ്ങൾ എടുക്കണമെന്ന്. പൗലോസ് അലീനെ നോക്കിയിട്ട് പറയാണ്, അത് നടക്കത്തില്ല കുഞ്ഞെ. ഇവിടെ ബാക്കി വന്ന സാധനം ഞാൻ എന്നും ഈ കൊച്ചിന് കൊടുക്കാറുണ്ട്. ഇന്ന് ഞാൻ അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത് മാറ്റത്തില്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, പൗലോസേട്ടൻ അത് വാങ്ങിക്കാനാ പറഞ്ഞത്, നടക്കത്തില്ല കുഞ്ഞെ, ഞാൻ വാങ്ങിക്കത്തില്ലെന്ന് പറയാണ്. അത് എടുത്ത് അതിനകത്തുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ട് മാത്രം പൗലോസേട്ടൻ ഇനി ജോലി ചെയ്താൽ മതിയെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ കുട്ടി ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടാ അലീന കൊച്ച് പറഞ്ഞിട്ട് കേൾക്കാൻ വയ്യാത്ത, അവൾ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അവതക്കുട്ടിയുടെ അടുത്ത് പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ഇന്നലെ വന്ന് ഈ കൊച്ച് പറയുന്ന കേൾക്കേണ്ട ഒരാവശ്യമില്ല. വർഷങ്ങളായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്നെ നന്നായിട്ട് കേണൽ സാബിനറിയാം. എന്നോട് ഇവിടെ ജോലി ചെയ്യേണ്ടെന്ന് പറയാനുള്ള അധികാരം കേണൽ സാബിന് മാത്രമേ ഉള്ളൂ. സാബ് പറയട്ടെ, അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ ഇവിടുത്തെ ജോലി നിർത്താമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോഴും അലീന പറയാണ്, ഞാൻ പറഞ്ഞല്ലോ പൗലോസേട്ടൻ്റെ അടുത്ത്, മര്യാദയ്ക്ക് ഈ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിക്കോ, അതാണ് നല്ലത്. ഞാൻ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. ഞാനേ ഈ പറഞ്ഞ കേണൽ സാബിൻ്റെ മകളാണ്, മര്യാദയ്ക്ക് ഈ സാധനങ്ങൾ മാറ്റാൻ വീണ്ടും അലീന ദേഷിച്ച് പറയുകയാണ്. നടക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ കുഞ്ഞെ, ഞാൻ ഈ സാധനങ്ങൾ മാറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പൗലോസേട്ടൻ ഇവിടെ ജോലി ചെയ്യുകയും വേണ്ട. ഈ സാധനങ്ങൾ എടുത്ത് മാറ്റിയതിന് ശേഷം പൗലോസേട്ടൻ ജോലി ചെയ്താൽ മതി എന്ന് പറയാണ്. അങ്ങനെ ആയിക്കോട്ടെ, എന്നെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നില്ല. ഞാൻ കേണൽ സാബിനോട് കാര്യം അറിയിച്ചാൽ പോരെ, കേണൽ സാബിനോട് ചോദിച്ചിട്ട് എനിക്ക് കയറാമല്ലോ വീണ്ടും ജോലിക്ക് എന്നും പറഞ്ഞ് പൗലോസ് അങ്ങ് പോവുകയാണ്. അവതക്കുട്ടിയാണെങ്കിൽ അലീനയെ നോക്കുന്നുണ്ട്. വിനോദാണെങ്കിൽ കുറച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അലീനയ്ക്ക് ഒരു പണി കൊടുക്കാൻ പറ്റിയല്ലോ. പക്ഷേ വേലക്കാരി ഒന്ന് പേടിച്ചിട്ടുണ്ട്. അതിനുശേഷം പൗലോസ് നേരെ പോകുന്നത് കേണൽ സാബിൻ്റെ അടുത്തോട്ടാണ്. കേണൽ സാബിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, കേണൽ സാബെ, എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. അലീന കൊച്ചി ഇന്നും എന്നെ അടുക്കളയിൽ നിന്ന് ഇറക്കി വിട്ട് ഇനി ഞാൻ അടുക്കളയിൽ കയറണ്ടെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. നിന്നോട് അങ്ങനെ പറഞ്ഞു? ഇനി അടുക്കളയിൽ കയറണ്ടെന്ന്. എന്നും വേസ്റ്റ് വരുന്ന സാധനം ഇവിടെ രാവിലെ തൂക്കാൻ വരുന്ന ആ കൊച്ചിന് ഞാൻ കൊടുക്കാറുണ്ട്. ഇന്നും ഞാൻ അതുപോലെ കൊടുത്ത് അടുക്കളയിൽ വന്ന് അലീന കൊച്ച് എല്ലാം നോക്കി കണ്ടിട്ട് ആ സാധനം തിരിച്ചെടുക്കാൻ പറഞ്ഞ് അതിന് കൊടുക്കണ്ടാന്ന്. ഇവിടെ വെറുതെ വേസ്റ്റായിട്ട് കളയുന്ന സാധനം ആടിന് കൊടുക്കാൻ വേണ്ടി കൊടുത്തതാ. അത് കൊടുത്തേനാ എന്നെ വഴക്ക് പറഞ്ഞത്. തിരിച്ചെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞ് തിരിച്ചെടുത്തില്ലെങ്കിൽ ഇനി അവിടെ ജോലി ചെയ്യണ്ടെന്നും എന്നോട് പറഞ്ഞെന്ന് പൗലോസ് എന്തൊക്കെയോ കള്ളത്തരം സ്റ്റാൻലി അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ഇതൊക്കെ കേട്ടങ്ങ് വിശ്വസിച്ച് അങ്ങനെ പറഞ്ഞ അലീന എന്തെങ്കിലും ചോദിച്ചിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിക്കണം, അവർ താഴെ ഉണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് അലീനയും അവതക്കുട്ടിയും കൂടെ അവിടെ സ്റ്റാൻലി വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും പൗലോസ് ഈ കാര്യം പറയാൻ സ്റ്റാൻലി അടുത്ത് പോകുമെന്നും സ്റ്റാൻലി വരുമെന്നും നന്നായിട്ടറിയാം. അലീനയാണെങ്കിൽ അവിടെ തന്നെ ഉറച്ച തീരുമാനത്തോടെ തന്നെ നിൽക്കുകയാണ്. അങ്ങോട്ട് വരികയാണ് സ്റ്റാൻലി. സ്റ്റാൻലി വന്നിട്ട് അലീന ഇങ്ങനെ നോക്കുന്നുണ്ട്. അലീന അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ കിച്ചണിൽ കയറല്ലെന്നും അവിടെയുള്ള ജോലിക്കാരോട് ഒരഭിപ്രായവും പറയണ്ട, അങ്ങോട്ട് കയറിയേ വേണ്ടെന്ന് ഞാൻ അലീനയോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഉടനെ അലീന പറയാണ്, എനിക്കിതുപോലുള്ള കള്ളത്തരങ്ങൾ കണ്ടിട്ട്
കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല. ഉടനെ ഔതക്കുട്ടി സ്റ്റാൻലി അടുത്ത് ചോദിക്കുന്നുണ്ട്, അലീന പറഞ്ഞതല്ലേ നീ ആ കൊടുത്ത സഞ്ചിയിലെ സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ, അത് നിനക്ക് പറ്റത്തില്ല. നീ അവൾ പറയുന്നത് കേൾക്കാൻ വയ്യ, നിനക്കെന്താ കേട്ടാലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ പൗലോസ് പറയാണ്, ഞാൻ കേണൽ സാബ് പറയട്ടെ, ഞാൻ കേണൽ സാബ് പറയുന്നത് പോലെ കേൾക്കാം, അല്ലാതെ ഈ കുഞ്ഞ് പറയുന്ന പോലെ കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഈ പറയുന്ന കേണൽ സാബിൻ്റെ മകളാ പറയുന്നത്, പൗലോസേട്ടൻ ആ സഞ്ചിയിലെ സാധനങ്ങൾ എടുക്കണമെന്ന്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ പെട്ടെന്ന് അലീന എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം അലീന ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ പൗലോസിനൊരു സന്തോഷമാവുന്നുണ്ട്. എൻ്റെ ജോലിക്കാരെല്ലാം നല്ല അനുസരണയുള്ളവരാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഔതക്കുട്ടി പറയാണ്, നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത്, ഈ പൗലോസിൻ്റെ വാക്ക് കേട്ടിട്ടാണോ അലീനയെ കുറ്റപ്പെടുത്തിയതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ കുറ്റപ്പെടുത്തിയതല്ല അപ്പച്ച, ഞാൻ അലീനയോട് പറഞ്ഞിട്ടുണ്ട് കിച്ചണിൽ കയറി ഒരു കാര്യത്തിലും ഇടപെടണ്ടെന്ന്. പിന്നെ എന്തിനാ അലീന അങ്ങോട്ട് പോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഔതക്കുട്ടി പറയാണ്, അവിടെ നടക്കുന്ന ഒരു കള്ളത്തരം അലീന കണ്ട് അത് ചോദ്യം ചെയ്ത്, അതിനെന്താടാ തെറ്റ്, അത് അവൾക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ലേ? ഇവൻ്റെ അടുത്ത് ആ സഞ്ചിയിലുള്ള സാധനങ്ങൾ തിരിച്ചെടുക്കാൻ പറഞ്ഞതാണ്, അവനപ്പോൾ എടുക്കാൻ പറ്റത്തില്ല എന്ന് അവൻ്റെ വാശി, അവനിവിടുത്തെ ജോലിക്കാരനല്ലേ എന്നൊക്കെ ഔതക്കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അത് വേണ്ടാത്ത സാധനങ്ങൾ ആ രാവിലെ തൂക്കാൻ വരുന്ന പെങ്കൊച്ചിന് കൊടുത്തില്ലേ, അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ആകുന്നുണ്ട്, നല്ല സാധനങ്ങളാണ് വേസ്റ്റാണെന്നും പറഞ്ഞ് എടുത്ത് കളയുന്ന അലീന പറയുന്നുണ്ട്. ഉടനെ ഔതക്കുട്ടി പറയുന്നുണ്ട്, വാ മോളെ നമുക്ക് മുറിയിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അലീനയും വിളിച്ചുകൊണ്ടങ്ങ് പോവുകയാണ്. അപ്പോൾ സ്റ്റാൻലി പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ കിച്ചണിൽ പോയി ജോലി ചെയ്തോ, ഞാൻ അലീനയായിട്ട് സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന മുറി പോയി ഇരിക്കുമ്പോൾ ഉടനെ സ്റ്റാൻലി അങ്ങോട്ട് വരികയാണ്. കുറച്ച് ദേഷ്യത്തോടൊക്കെയാണ് വരുന്നത്. അലീന, നിന്നോട് പറഞ്ഞിട്ടില്ലേ കിച്ചണിൽ കയറില്ലെന്നും അവരുടെ കാര്യത്തിലൊന്നും ഇടപെടലെന്നും, അവർ നല്ല അനുസരണയുള്ള ജോലിക്കാരാണ് എൻ്റെ ജോലിക്കാരെന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, അനുസരണയൊക്കെ ഉണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പക്ഷേ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പപ്പയ്ക്ക് അറിയാവോ, എന്തുമാത്രം സാധനം വേസ്റ്റാക്കി കളയുന്നതെന്ന് പപ്പയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ എന്തുമാത്രം വേസ്റ്റാക്കുന്നുണ്ടെന്നോ എത്ര സാധനങ്ങൾ ഉപയോഗിക്കുന്നോ ഒന്നും ഞാൻ കണക്കെടുക്കാറില്ല. പണ്ട് തൊട്ടേ ഒരു തീന്മേശയിൽ ഒരുപാട് വിഭവങ്ങൾ കണ്ടും കഴിച്ചുമാണ് ഞാൻ വളർന്നതും അതേപോലെ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് അതിൽ ഏതൊക്കെ എടുത്തെന്നും ഏതൊക്കെ കളഞ്ഞെന്നൊന്നും ഞാൻ നോക്കാറില്ല. ഒരുപാട് വിഭവങ്ങൾ എൻ്റെ ക്ഷമയിൽ വേണം, അത് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ എന്ന് പറയണം. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. പപ്പ ഇങ്ങനെ വലിയ മേശയിൽ ഒരുപാട് വിഭവങ്ങളായിട്ട് ഒരുപാട് സാധനങ്ങൾ വേസ്റ്റാക്കി കളയുമ്പം അങ്ങ് കഴക്കൂട്ടത്ത് ഒരു ഓർഫണേജിൽ ഒരു പെൺകുട്ടി ആരെങ്കിലും ആഹാരം കഴിച്ചതിൻ്റെ ബാക്കി എച്ചില്ലെങ്കിലും കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ച് പ്രതീക്ഷയോടെ കാത്തിരിപ്പുണ്ടായിരുന്നു, അത് പപ്പയ്ക്ക് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് നല്ല വിഷമം ഉണ്ടാകുന്നുണ്ട്. പപ്പ എന്തുമാത്രം സാധനങ്ങളാണ് വേസ്റ്റാക്കുന്നത്. ഈ സമയത്ത് അവിടെ പപ്പയുടെ മോള് ഒന്നും കഴിക്കാതെ എത്രയോ ദിവസങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അലീന സങ്കടത്തോടെ കരയാണ്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. സ്റ്റാൻലിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പം അത്രയ്ക്കും വിഷമത്തിലൂടെയാണ് അലീന ജീവിച്ചതെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കണ്ണാടിയൊക്കെ എടുത്ത് സ്റ്റാൻലി കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. പപ്പയ്ക്കറിയത്തില്ല വിശപ്പിൻ്റെ വിളി എന്താണെന്ന്. എത്രയോ ഓർഫണേജ് ഇതുപോലെ ആഹാരം കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ എത്ര വൃദ്ധർക്ക് ആഹാരം കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്താണ് പപ്പ ഇവിടെ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റാക്കുന്നത്. ഇവിടുത്തെ ജോലിക്കാർ എന്തുമാത്രം സാധനങ്ങളാണ് വെറുതെ എടുത്ത് കളയുന്നത്. എനിക്കൊന്നും അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റത്തില്ല പപ്പ, കാരണം ആ ഒരു സാഹചര്യത്തോടെ വളർന്നു വന്ന എനിക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് അലീന കരയുകയാണ്. ഇത് കാണുമ്പോൾ സ്റ്റാൻലിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലി ഒന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. അലീനയാണെങ്കിൽ വീണ്ടും പഴയ കാര്യങ്ങളും ഓർഫണേജിൽ ആഹാരം കിട്ടാതെ കടന്ന ദിവസങ്ങളെ കുറിച്ചും ഒക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന് കരയുകയാണ്. അപ്പം ഇതൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടുകയാണ് അലീന. ഈ സമയത്ത് സ്റ്റാൻലിക്കും അതേപോലെ വിഷമാവുന്നുണ്ട്. അലീന പറഞ്ഞ കാര്യം, എത്രയോ ദിവസം പട്ടിണി കടന്ന കഥ, അത് സ്റ്റാൻലിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതിങ്ങനെ ആലോചിച്ച് സ്റ്റാൻലി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്തായാലും പൗലോസിനെയും കള്ളന്മാരെയെല്ലാം അലീന അടിച്ചൊതുക്കുന്നുണ്ട്.